അഭിലാഷ്, അതിജീവിതയുടെ അഭിഭാഷക അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ പ്രതികളും അതോടൊപ്പം അഭിഭാഷകരും ഒക്കെ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ട്. 11 മണി സമയം, 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ നിയമകാര്യ ലേഖകൻ CM പ്രകാശ് കോടതിക്കുള്ളിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളായിരിക്കും സ്വാഭാവികമായും ഉണ്ടാകുക. കാരണം ഇന്ന് ശിക്ഷാവിധിയാണ്. പ്രതികൾക്ക് എന്ത് ശിക്ഷ? പൾസർ സുനി, മാർട്ടിൻ, മണികണ്ഠൻ, വിജീഷ്, വടിവാൾ സലീം, പ്രദീപ്, ഈ 6 പ്രതികൾക്കുള്ള ശിക്ഷ എന്താണെന്ന് അറിയാൻ അല്പസമയത്തെ കാത്തിരിപ്പ് മാത്രമായിരിക്കും ഉണ്ടാകുക. കാരണം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉന്നയിക്കാൻ പ്രതിഭാഗത്തിന് കഴിയും. കാരണം പരമാവധി ശിക്ഷ വേണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിലേറ്റവും ഗുരുതരമായിട്ടുള്ള 12 കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ കണ്ടെത്താൻ തെളിഞ്ഞിരിക്കുന്നത്. 12-ൽ ഗുരുതര സ്വഭാവമുള്ളത് കൂട്ടബലാത്സംഗമാണ്. ജീവപര്യന്തം അതല്ലെങ്കിൽ 20 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. മറ്റ് സ്ത്രീത്വത്തെ അപമാനിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള മറ്റു കുറ്റങ്ങളും തെളിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ വേണമെന്നൊരു ആവശ്യമുണ്ട്. മാത്രമല്ല, ഈ പൾസർ സുനി എന്ന കൊടും കുറ്റവാളി, ഇയാൾ സമാനമായ രീതിയിൽ നിരവധി പെൺകുട്ടികളെ ഇതുപോലെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്, ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഈ പൾസർ സുനിയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ മെമ്മറി കാർഡ്, ആ മെമ്മറി കാർഡിൽ ഇതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ തെളിവുകളുണ്ടായിരുന്നു. അതായത് ഈ അതിജീവിതയുടെ മാത്രമല്ല, മറ്റു ചില പെൺകുട്ടികളുടെയും, ഇയാളും ഈ പൾസർ സുനിയുമായി ബന്ധമുള്ള മറ്റ് പെൺകുട്ടികളുടെയും നഗ്ന ദൃശ്യങ്ങൾ, അവരെ ലൈംഗികമായി ചൂഷണം ചെയ്ത ദൃശ്യങ്ങളടക്കം ഇയാളുടെ ഫോണിലെ മെമ്മറി കാർഡിലുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ടോം, എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, ഉടനല്ല ഇപ്പോൾ വിധി പ്രസ്താവം ഉണ്ടാകാൻ പോകുന്നത്. മറ്റ് കേസുകൾ കൂടി പരിഗണിച്ചതിന് ശേഷം ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വിധി പ്രസ്താവത്തിന് വേണ്ടി നമ്മൾ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. മറ്റ് കേസുകൾ പരിഗണിക്കുമ്പോൾ ആ കേസുകളുടെ വേഗത അനുസരിച്ച് മാത്രമേ ഇനി നമുക്ക് വിധി എന്ത് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ കേസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്, പല കേസുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ആ കേസുകളുടെ സ്വഭാവം പലതായിരിക്കും. ചിലപ്പോൾ ആ കേസിലെ വാദികൾ ഹാജരാകണമെന്നില്ല. അങ്ങനെയെങ്കിൽ അപ്പോൾ തന്നെ ആ കേസ് മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടാകും. ചില കേസുകളിൽ ആവശ്യമായ ഡോക്യുമെന്റുകളോ സത്യവാങ്മൂലങ്ങളോ ഒക്കെ സമർപ്പിക്കാനുള്ള ആവശ്യപ്പെടൽ ആയിരിക്കും. അതും വളരെ പെട്ടെന്ന് സമാപിക്കും. അതിനപ്പുറത്തെ വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന കേസുകൾ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും ഈ വിധി പ്രസ്താവം വൈകുവാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഉച്ചയ്ക്ക് ശേഷം വിധി പ്രസ്താവത്തിലേക്ക് കടക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി നമുക്ക് വ്യക്തത കൈവരേണ്ടത്. ഇപ്പോഴിതാ ടോം, ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത്, ഉടൻ ഇത് പരിഗണിക്കുന്നില്ല. സാധാരണ നിലയിൽ നമുക്കറിയാം, പലപ്പോഴും ഇങ്ങനെ ഗൗരവമേറിയ കേസുകൾ ഉടൻ പരിഗണിക്കുകയും അതിനുശേഷം വിധി പ്രസ്താവത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കോടതി അതിന്റെ ഓർഡറിൽ മാത്രമാണ് കേസുകൾ പരിഗണിക്കുന്നുള്ളൂ എന്നാണല്ലോ. തീർച്ചയായും. കാരണം മറ്റ് കേസുകൾ പരിഗണിച്ച ശേഷമായിരിക്കും നടിയാക്രമണ കേസിലെ ശിക്ഷാവിധിന്മേലുള്ള വാദം കേൾക്കുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് നേരത്തെ സൂചിപ്പിച്ച കാര്യം ഇതായിരുന്നു അഭിലാഷ്. ഈ പൾസർ സുനിയുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലമടക്കം പ്രോസിക്യൂഷൻ ഇവിടെ ഇന്ന് ഉന്നയിക്കും. അതായത് ലൈംഗിക വൈകൃതമുള്ള വ്യക്തിയാണ്. സമാനമായ രീതിയിൽ കുറ്റകൃത്യം ഇതിന് മുൻപും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ പൾസർ സുനി. കാരണം അതിനു മുൻപ് നമുക്കറിയാവുന്ന പൾസർ സുനി എന്ന് പറയുമ്പോൾ ഒരു ബൈക്ക് മോഷണ കേസിലെ പ്രതിയായിരുന്നുവെങ്കിലും, ഒരു ഡ്രൈവർ ആയിരുന്നുവെങ്കിലും, ഈ നടിയാക്രമണ കേസ് ഇയാളെ പിടിച്ചപ്പോൾ, അതായത് ഇയാളെ അന്ന് അറസ്റ്റ് ചെയ്ത ശേഷമാണ് ഇയാളുടെ ഒരു ക്രിമിനൽ സ്വഭാവത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. നിരവധി പെൺകുട്ടികളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷനോട് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ പുറത്തിറങ്ങിയാൽ അത് മറ്റു സ്ത്രീകൾക്കും അവരുടെ ജീവനും ഭീഷണിയാകും, മറ്റു സ്ത്രീകളുടെ സുരക്ഷയെ പോലും ബാധിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ഇയാൾക്ക് വേണം. അത് ഈ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്. സമാനമായ രീതിയിൽ പെൺകുട്ടികളെ, സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവർക്കുള്ള ഒരു താക്കീതാകണം ഈ ശിക്ഷാവിധി എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം, അതായത് പൾസർ സുനിയാണ് നേരിട്ട് ഇതിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തതെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത, അന്ന് വാഹനത്തിലുണ്ടായിരുന്നവർ, ഈ അതിജീവിതയെ, ഈ നടിയെ ആക്രമിച്ചപ്പോൾ അന്ന് നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 6 പേരെയാണ് കോടതി കഴിഞ്ഞ ദിവസം കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് പൾസർ സുനിക്കൊപ്പം തന്നെ സമാനമായ രീതിയിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കും ഇതേ രീതിയിലുള്ള ശിക്ഷ തന്നെയായിരിക്കും ഉണ്ടാകുക. പൾസർ സുനിക്ക് വിധിക്കുന്ന അതേ ശിക്ഷ തന്നെയായിരിക്കും. പക്ഷേ മറ്റു പ്രതികളുടെ അഭിഭാഷകർ സ്വാഭാവികമായും ഇതിൽ ശിക്ഷയിന്മേൽ ഇളവ് വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കാം. അതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ പ്രതികളുടെ പ്രായം തന്നെയാണ്. എല്ലാ പ്രതികളും ചെറുപ്പക്കാരാണ്. സ്വാഭാവികമായും ആ പ്രായം പരിഗണിച്ചുകൊണ്ട് അവർക്ക് ശിക്ഷയിന്മേൽ ഇളവ് വേണമെന്ന ആവശ്യം ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്.
പ്രധാനമായും അതോടൊപ്പം ഈ പൾസർ സുനിയുടെ അഭിഭാഷകനും ഉന്നയിക്കുന്നതാണ്. ഇതിൽ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഈ ഗൂഢാലോചന കുറ്റം, ദിലീപിനെതിരായിട്ടുള്ള ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഈ നടിയെ ആക്രമിച്ച മറ്റ് 6 പ്രതികളും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന കാര്യം വളരെ വ്യക്തമായി തന്നെ തെളിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്കുള്ള ശിക്ഷയും ഇതേ രീതിയിൽ തന്നെ, അതായത് ഈ 12 വകുപ്പുകളും ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ കേസിന്മേൽ, ഈ ശിക്ഷാവിധിന്മേൽ വിശദമായ വാദമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം ഈ കേസിൽ കോടതി ശിക്ഷ വിധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്. യെസ്, അതായത് ഉടൻ കേസ് പരിഗണിക്കില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. കേരളം കാത്തിരിക്കുന്ന വിധി എന്ത് എന്ന് അറിയാൻ. ഇതിനിടെ ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ വരുന്നത് ദിലീപ് പാസ്പോർട്ട് വിട്ടുകിട്ടാൻ അപേക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വിശദാംശം പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. അതായത് കേസിലെ 8ാം പ്രതിയായിട്ടുള്ള ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ട പശ്ചാത്തലമുണ്ട്. നിലവിൽ കീഴ്ക്കോടതി, അതായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന പശ്ചാത്തലത്തിൽ ദിലീപ് ഇപ്പോൾ സാങ്കേതികമായി കുറ്റക്കാരനല്ല. ഒരു നിയമ സംവിധാനത്തിന് മുന്നിലും ദിലീപ് കുറ്റക്കാരനല്ലാത്ത പശ്ചാത്തലത്തിൽ ദിലീപിന്റെ പാസ്പോർട്ട് വിട്ടുകിട്ടണം എന്നുള്ളതാണ് അപേക്ഷയായി നൽകിയിട്ടുള്ളത്. അത് നൽകേണ്ടി വരും എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. കാരണം അതിന് തടസ്സം നിൽക്കുക എന്നത് പ്രായോഗികമല്ല കോടതി കുറ്റവിമുക്തനാക്കുന്ന പശ്ചാത്തലത്തിൽ. അതല്ല എങ്കിൽ പിന്നീട് കോടതി മേൽക്കോടതികൾ ഈ ശിക്ഷ റദ്ദാക്കുകയോ അല്ലെങ്കിൽ മരവിപ്പിച്ച് നിർത്തുകയോ സ്റ്റേ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ദിലീപ് അടുത്ത നീക്കങ്ങൾ ആരംഭിക്കുന്നു എന്ന് വേണം നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ. ഇതിനപ്പുറത്ത് നിയമ നടപടികളിലേക്ക് പോകുമോ? അവിടെയാണ് നമ്മൾ നേരത്തെ തന്നെ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ദിലീപ് എങ്ങനെയാണ് കുറ്റവിമുക്തനാക്കപ്പെട്ടത്? കോടതിക്ക് കുറ്റക്കാരനല്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണോ? അതിനപ്പുറത്ത് പ്രോസിക്യൂഷന് തെളിവുകൾ നിരത്തി വാദിക്കാൻ പറ്റാത്ത സാഹചര്യമാണോ ഉണ്ടായത്? ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടിയാണ് ഈ വിധി പ്രസ്താവത്തിലൂടെ നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്നത്. ആ വിധി പ്രസ്താവത്തിൽ ഇത്തരം മറുപടികൾ സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോഴിതാ 12 മണിയോടുകൂടിയായിരിക്കും കേസ് പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ടോം തുടരുന്നുണ്ട്. ടോം, അതായത് 12 മണിക്ക് പരിഗണിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ന് തന്നെ വിധി പ്രസ്താവത്തിനുള്ള സാധ്യതയല്ലേ കാണുന്നത്? 12 മണിക്ക് പരിഗണിക്കുന്ന ഉടൻ തന്നെ ഈ പ്രതിഭാഗത്തിന് പറയാനുള്ളത് അന്തിമമായി കേട്ട ശേഷം വിധി പ്രസ്താവം ഉണ്ടാകുമെന്ന് വേണമല്ലോ പ്രതീക്ഷിക്കാൻ. തീർച്ചയായും. എന്തായാലും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 12 കൂടിയായിരിക്കും ഈ കേസ് കോടതി പരിഗണിക്കുക. അതിൽ ശിക്ഷാവിധിയിന്മേൽ വാദം കേട്ട ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിധി ഉണ്ടാകുക. അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നടിയാക്രമണ കേസ് 2017 ഫെബ്രുവരി 17 നടന്നത്. അതിനുശേഷം 8.5 വർഷ കാലയളവിൽ നടന്ന സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ്. അതായത് അത്ര അധികം നാടകീയമായ രീതിയിലുള്ള ഒരു കേസ് കൂടിയായിരുന്നു ഈ കേസ്. അതിനുശേഷമുണ്ടായ കോടതി നടപടിക്രമങ്ങൾ, അതിജീവിതയുടെ നിയമ പോരാട്ടം അടക്കം എടുത്ത് പരിശോധിച്ചാൽ ഒരു സിനിമയെ വെല്ലുന്ന ഒരു കഥകളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഇന്നതിൻ്റെ ഒരു ക്ലൈമാക്സ് ആണ്. പക്ഷെ അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് ഇന്നിവിടെ അവസാനിക്കുന്നത്. 2ാം ഭാഗം നാളെ മുതൽ തുടങ്ങും. അതായത് കൃത്യമായും അഡ്വക്കേറ്റ് ടി വി മിനി, ഈ അതിജീവിതയുടെ അഭിഭാഷക, ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്.